ശ്ലോകം 8. ആ പോകുന്നതിന് മുമ്പ് താൻ തിരിച്ചു വരുമ്പോഴേക്ക് അച്ഛൻ്റെ ദേഹം കേടുവരാൻ പാടില്ലല്ലോ. അപ്പോൾ രാജാക്കന്മാർക്കൊക്കെ ഉള്ളതാണ്. എണ്ണത്തോണി എന്ന് പറഞ്ഞ ഒന്നുണ്ട്. വലിയ തോണി, അത് നിറച്ച എണ്ണ നിറച്ചിട്ട് അതിൽ കിടത്തും. അപ്പോൾ കേടുവരില്ല. അങ്ങനെ അച്ഛൻ്റെ ശരീരത്തിനെ എണ്ണത്തോണിയിൽ കിടത്തി സത്യഭാമ തന്നെത്താനെ വേറെ ആരുമില്ലാതെ രഥം ഓട്ടിച്ചു പോവാണ്. ശോകാത് കുരൂനുപഗതാം, എന്നതില്ലാത്ത ദുഃഖത്തോടുകൂടി ഭർത്താവായ കൃഷ്ണനെ അറിയിക്കാൻ വേണ്ടി സത്യഭാമ അങ്ങോട്ട് പോവുകയാണ്. കുരൂൻ ഉപഗതാം, അവിടെ എത്തി. അവലോക്യ കാന്താം, ധൃതരാഷ്ട്രമായിട്ടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഇവർ മുതലക്കണ്ണീരാണ് ഒടുക്കുന്നത്, അത് ഭഗവാൻ അറിയാം. പക്ഷെ പറയാനൊന്നും പോയില്ല. അവരെ സമാധാനിപ്പിച്ചു. ധൃതരാഷ്ട്രയെയും ദുര്യോധനാദികളെയും ഒക്കെ സമാധാനിപ്പിച്ചു. അവലോക്യ കാന്താം, അങ്ങനെ സമാധാനിപ്പിച്ചിരിക്കുമ്പോഴാണ് സത്യഭാമ വന്നത് കണ്ടു. അവലോക്യ കാന്താം, അങ്ങനെ ഭാര്യയെ കണ്ടിട്ട് ഇനിയിപ്പോൾ അവിടെ നിൽക്കുന്നില്ല എന്ന് തീർച്ചയാക്കി ബലരാമനും കൃഷ്ണനും സത്യഭാമയും കൂടി ആ രഥത്തിൽ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ വരുമ്പോൾ തന്നെ മനസ്സിൽ തീർച്ചയാക്കി, എന്ത്, ഈ ശതധന്വാവിനെ വധിക്കണം എന്ന് തീർച്ചയാക്കി. ശതധന്വാവാണ് ചെയ്തത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവണം, അത്രയേ ഉള്ളൂ, അറിയില്ല. അങ്ങനെ അവർ ദ്വാരകയിൽ നിന്ന് ഹസ്തിനാപുരത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് വരുന്ന സമയത്ത് ഈ വിവരം ശതധന്വാവ് അറിഞ്ഞു. ശതധന്വാവ് ആകപ്പാടെ ഭയപ്പെട്ടു. എന്താ ചെയ്യുക, ഈ രത്നത്തിന് എന്താ ചെയ്യേണ്ടത്? കൃതവർമാവിനോട് പറഞ്ഞു, അയ്യോ എൻ്റെ അടുത്ത് വരരുത്, ഈ രാമനോടും കൃഷ്ണനോടും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അക്രൂരനെ പോയി കണ്ടു. അക്രൂരൻ പറഞ്ഞു, എന്നതാവര് രാമൻ കൃഷ്ണനും ആരാണെന്ന് അറിയില്ലേ. ആ രത്നം കൈ കൊണ്ടുവരുന്നു, അങ്ങോട്ടൊരു വലിച്ചെറിഞ്ഞ് ഒറ്റ പോക്ക്. അപ്പോൾ ഒരു നല്ലൊരു കുതിരയുണ്ടെന്നാണ് പറയുന്നത്. 100 യോജന ദൂരം നിൽക്കാതെ കണ്ട്, പുല്ല് തിന്നാതെ കണ്ട്, വെള്ളം കുടിക്കാതെ കണ്ട് ഓടാൻ പറ്റുന്ന ഒരു കുതിര. അതിലാണ് വന്നിരിക്കുന്നത്. അതിലങ്ങോട്ട് പോയി. ഹത്വാദ്യുതം ശതധനും, ശതധന്വാവ് ആ പുറത്തേക്ക് അങ്ങോട്ട് പോകുന്ന ആ സമയത്ത്, ഇപ്പോൾ മെയിൻ രഞ്ജിൽ തന്നെയാണ്, അനർത്ഥ ദേശമാണ്. ഇതാണ് അവിടെ ഈ കുതിരപ്പുറത്ത് പോകുന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞതനുസരിച്ച് ഭഗവാൻ ശതധന്വാവ് പോയതായ വഴി മനസ്സിലാക്കി ആ വഴിയിൽ കൂടി പോവുകയാണ്. കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ആ 100 യോജന എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാവണം. ആ കുതിര ചത്തു വീണു. അപ്പോഴേക്ക് കൃഷ്ണനും ബലരാമനും കൂടി ആ രഥത്തിലെത്തിയിരിക്കുന്നു. ഇയാൾ കുതിരയുടെ വിട്ടിട്ട് ഇടവഴിയിൽ കൂടി ഓടുകയാണ്. ഭഗവാനും ഇടവഴിയിൽ കൂടി ഓടി അവനെ പിടിച്ച് ആദ്യം അടിച്ചു കൊന്നു, എന്നിട്ടാണ് തപ്പിയത്. ഇല്ല. ഹത്വാദ്യുതം ശതധനും, അങ്ങനെ ശതധന്വാനെ കൊന്നിട്ട് സമഹർഷയസ്താം, ആ
സത്യഭാമയ്ക്ക് സന്തോഷത്തെ ഉണ്ടാക്കി. നോക്കണേ, തൻ്റെ അച്ഛൻ പോയത് പോയി, മറ്റേയാളെ കൊന്നാൽ അച്ഛൻ്റെ ആ ജീവാത്മാവിന് മോക്ഷമുള്ളൂ എന്ന് വിചാരം നമ്മൾ പേപ്പറിലൊക്കെ ധാരാളം കാണാവുന്നതാണ്. മാപ്പ് കൊടുക്കാൻ സാധിക്കണം നമുക്ക്, അതാർക്കും സാധിക്കുന്നില്ല. ഇവിടെ സത്യഭാമയുടെ കാര്യത്തിലും അങ്ങനെയാണ്. എപ്പോൾ ശതന്യോ അവനെ കൊന്നുവോ അപ്പോൾ സത്യഭാമയ്ക്ക് സന്തോഷമായി. സമഹർഷയ താം, ആ ഇടവഴിയിൽ നിന്ന് കൃഷ്ണൻ വന്നു, രഥം നിർത്തിയെടുത്ത് രാമനും സത്യഭാമയും ഇരിക്കണു. രാമനോട് പറഞ്ഞു, കേട്ടാ അവൻ്റെ കയ്യിൽ രത്നമൊന്നും കാണാനില്ല. അപ്പോൾ രാമൻ നേരത്തെ സംശയമുണ്ട്, കൃഷ്ണൻ എന്തോ ഒരു ഒളിച്ചു കളി കഴിക്കുന്നുണ്ട്. എന്നാൽ നീ പോയിട്ട് അന്വേഷിക്കും. ഇപ്പം ഞാൻ പോകണു കേട്ടോ. അപ്പോൾ എവിടെ എത്തിയവർ? വിദേഹ രാജ്യത്തിലെത്തിയിരിക്കുന്നു. ആ വിദേഹ രാജാവ് ബലരാമൻ്റെ കൂട്ടുകാരനാണ്. അങ്ങനെ ബലരാമൻ കൂട്ടുകാരൻ്റെ അടുത്തേക്ക്, രാജാവിൻ്റെ വിദേഹ രാജാവിൻ്റെ അടുത്തേക്ക് പോയി. കൃഷ്ണനും സത്യഭാമയും കൂടി രഥത്തിൽ ദ്വാരകയിലേക്ക് തിരിച്ചു പോയി. രത്നേ സശങ്കൈവ, രത്നത്തിൻ്റെ കാര്യത്തിൽ ബലരാമന് എന്തൊന്നില്ലാത്തതായ ശങ്കയുണ്ട്. കൃഷ്ണൻ തന്നെ അറിയിക്കാതെ പലതും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് കൃഷ്ണനോട് പറഞ്ഞിട്ട് മൈഥിലഗേഹമേറ്റിയ, മിഥിലാധിപൻ്റെ ആ കൊട്ടാരത്തിൽ എത്തിയിട്ട്, അപ്പോൾ അവിടെ എത്തിയപ്പോഴോ അദ്ദേഹം വിടുവോ? ഇല്ല. എത്ര കാലമായി കണ്ടിട്ട്, ഇനി കുറച്ച് കാലം കൂടി ഇരിക്കുക. എന്നാൽ അങ്ങനെ ആട്ടെ. 6 കൊല്ലം ഇരുന്നു എന്നാണ് പറയുന്നത്. 6 കൊല്ലം. രാമോഗതാം സമശിക്ഷിക്ഷത ധാർത്തരാഷ്ട്രം. അപ്പോഴാണ് ആ ശകുനി മാമൻ മരുമകൻ ദുര്യോധനയും കൊണ്ടുവന്നു. അവനൊന്നും ഗദായുദ്ധം പഠിപ്പിക്കണം. ആട്ടെ, അങ്ങനെ അവനെ ഗദായുദ്ധം പഠിപ്പിച്ച് തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ വലിയൊരു കാലം ഇരുന്നു. ഭഗവാനും സത്യഭാമയും കൂടി ദ്വാരകയിലേക്ക് തിരിച്ചു വന്നു. ശ്ലോകം 9. അപ്പോൾ ഇവിടെ വരുന്നതായൊരു സംശയമാണ്. ഇത്ര ഭക്തനായിട്ടുള്ള അക്രൂരൻ ആ ഗോകുലത്തിലേക്ക് വന്നപ്പോൾ ഒക്കെ നമുക്കറിയാം അക്രൂരൻ്റെ ഭക്തി, ആ ഭഗവാനെ കാണാനുള്ളതായ ഔത്സുക്യം, അതൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള അക്രൂരൻ, അക്രൂര ഏഷ ഭഗവൻ, ഭഗവൻ ഈ അക്രൂരൻ ഭവതിച്ഛയൈവ, അങ്ങയുടെ ആഗ്രഹപ്രകാരമാണ് സത്രാജിത കുചരിതസ്യോജഹിംസം. സത്രാജിത്ത് എങ്ങനെയുള്ളവനാണ്? കുചരിതൻ, ദുഷ്ടചരിതമുള്ളവൻ, ദുഷ്ടനായിരിക്കുന്ന സത്രാജിത്തിൻ്റെ ഹിംസ, ആ കൊല്ലുന്നത് യോജിപ്പിച്ചത് ഭഗവാൻ തന്നെ. ഇതാണ് ആ ഭഗവാൻ അക്രൂരനെ പ്രേരിപ്പിച്ചു, അക്രൂരൻ ശതന്വാനെ പ്രേരിപ്പിച്ചു, കാര്യം നടന്നു. അക്രൂരതോ മണിമനാഹൃതവാൻ പുനസ്ത്വം. അത് കഴിഞ്ഞു. എപ്പോഴാണോ മധുരാപുരിയിൽ ഭഗവാൻ തിരിച്ചെത്തിയത്, അക്രൂരനും കൃതവർമാവിനും ഭയമായി. ഭഗവാൻ ഞങ്ങളെയും ശിക്ഷിക്കുമോ? ഇവനെ കൊന്നു എന്നുള്ള വിവരം അറിഞ്ഞു, ഞങ്ങളെയും ശിക്ഷിക്കുമോ എന്നുള്ളതായ ഭയം കൊണ്ട് അക്രൂരനും കൃതവർമാവും കാശിയിലേക്ക് പോവുകയാണ്. വേറെ രാജ്യത്തേക്ക് പോയാൽ പിന്നെ പേടിക്കാനില്ലല്ലോ.
അങ്ങനെ കാശി രാജ്യത്ത് പോവുകയാണ്. ശുഭൽക്കൻ, അതായത് അമ്മയുടെ സ്ഥലമാണ് കാശി. പക്ഷേ അക്രൂരൻ അവിടെ പോയി ആ രത്നത്തിനെ വെച്ച് പൂജിച്ച് 8 ഭാരം സ്വർണം നേടി. അതുകൊണ്ട് ഭഗവത് നാമങ്ങളെ പ്രകീർത്തിക്കുക, ഭഗവത് കീർത്തനങ്ങൾ പാടി പുകഴ്ത്തുക, അങ്ങനെ അനേകം ഭക്തജനങ്ങളെ വിളിച്ചുകൂട്ടി ഒരു ഉത്സവം പോലെ നടത്തി. ഇനിയും വരുന്നതായ ധനമുണ്ട്, അതുകൊണ്ടാണ് അവിടുത്തെ ഘാട്ട്സൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറയാറുണ്ട് ആചാര്യന്മാർ. ഭാഗവത്തിൽ പറഞ്ഞിട്ടില്ല. ഏതൊക്കെ ഘാട്ട്സാണോ നമ്മളിവിടെ കാണുന്നത്, ആ ഘാട്ട്സ് ഉണ്ടാക്കിയത് അക്രൂരിൻ്റെ കാലത്തുണ്ടായതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ തനിക്ക് കിട്ടിയതായ ആ രത്നത്തിനെ വേണ്ട പോലെ ജനങ്ങളുടെ നന്മയ്ക്കായിട്ട്, ലോകാനുഗ്രഹത്തിനായി അദ്ദേഹം ഉപയോഗിച്ചു എന്നർത്ഥം. പത്ത് 12 കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ രത്നം എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. ഈ സമയത്താണ് ദ്വാരകയിൽ മഴയില്ലാതെയായി. അങ്ങനെ 3 കൊല്ലം മഴയില്ലാതായി. അപ്പോൾ പ്രായം ചെന്ന വൃദ്ധന്മാർ പറഞ്ഞു, ശുഭൽക്കൻ കാശി രാജ്യത്തെ കാലു കുത്തിയപ്പോഴാണ് അവിടെ മഴയുണ്ടായത്. ആ ശുഭൽക്കൻ്റെ മകനാണ് അക്രൂരൻ. ശുഭൽക്കൻ മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ മകനാണ് അക്രൂരൻ. ഇപ്പോൾ അക്രൂരൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മഴ കിട്ടിയേനെ എന്ന് പറയും. എന്നാൽ ഇപ്പോൾ അക്രൂരനെ വരുത്താം. അതിന് കൃഷ്ണൻ കാശിയിലേക്ക് ആളെ അയച്ച് അക്രൂരനോട് വരാൻ പറഞ്ഞു. അക്രൂരൻ വന്നു, രാജധാനിയിൽ വെച്ചിട്ട് കണ്ടു. എപ്പോൾ രാജധാനിയിൽ വന്നുവോ കൃഷ്ണൻ അക്രൂരനോട് പറഞ്ഞു, അക്രൂരരെ അങ്ങ് ആ രത്നം ഒന്ന് രാജാവിനെ കാണിക്കൂ. അക്രൂരൻ ഞെട്ടിപ്പോയി. പക്ഷേ തൻ്റെ കയ്യിൽ തന്നെ ഉണ്ടത്, താൻ തന്നെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആ രത്നം അക്രൂരൻ രാജാവിന് കൊടുത്തു. അക്രൂരൻ്റെ ഭക്തിയെക്കുറിച്ച് ഭഗവാൻ പ്രശംസിച്ചു. ഇങ്ങനെയുള്ള രത്നം അക്രൂരനെ പോലെയുള്ള ഭക്തന്മാരുടെ കയ്യിലാണ് നിൽക്കേണ്ടത്. ആ പ്രസംഗിക്കുന്ന സമയത്ത് ബാൽക്കണിയിൽ ആരൊക്കെ വന്നിട്ടുണ്ട്? സത്യഭാമ വന്നിട്ടുണ്ട്, ജാമ്പവതി വന്നിട്ടുണ്ട്. സത്യഭാമയുടെ മനസ്സിലെന്താണ്? എൻ്റെ അച്ഛൻ്റെ അല്ലേ രത്നം, അപ്പോൾ എനിക്ക് തരും, എനിക്ക് തരും. ജാമ്പവതി എന്താണ്? സത്രാജിത്തിൻ്റെ ആണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കയ്യിലേ അത് കിട്ടിയത്, ജാമ്പവാൻ്റെ കയ്യിൽ കിട്ടിയത്, അപ്പോൾ എനിക്ക് തരും, എനിക്ക് തരും. രണ്ടുപേരും നിൽക്കണം. ഭഗവാൻ പറഞ്ഞു, ഹേ രാജൻ, ഇത് വെച്ച് പൂജിക്കാനുള്ള അധികാരം ഈ അക്രൂരന് മാത്രമേ ഉള്ളൂ, നമുക്ക് കൊടുക്കാം. കൊടുത്തോളൂ, കൃഷ്ണൻ പറഞ്ഞ പോലെ. അങ്ങനെ അക്രൂരൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു. അക്രൂരതോ മണിമനാഹൃതവാൻ പുനസ്ത്വം. എത്രത്തോളം സംഗ്രഹിച്ചിട്ടാണ് ഉദാഹരണം നോക്കൂ, എല്ലാം സംഗ്രഹിക്കുകയാണ്. അക്രൂരതോ മണിമനാഹൃതവാൻ പുനസ്ത്വം. ഹേ ഗുരുവായൂരപ്പ, അങ്ങ് ആ അക്രൂരൻ്റെ കയ്യിൽ നിന്ന് ആ രത്നം മേടിച്ചില്ല. ഇവിടെ അങ്ങെന്ന് പറയുന്നത് കൃഷ്ണൻ അക്രൂരൻ്റെ കയ്യിൽ നിന്ന് ആ രത്നം തിരിച്ചു വാങ്ങിയില്ല. അക്രൂരൻ കൊടുത്തിട്ടും അത് തിരിച്ചു കൊടുക്കുകയാണ്. എന്താ കാരണം തിരിച്ചു കൊടുക്കാൻ? തസ്യൈവ ഭൂതിം ഉപധാതുമിതി ബ്രുവന്തി. അദ്ദേഹത്തിൻ്റെ ഐശ്വര്യം, ആ ഐശ്വര്യം വർദ്ധിക്കണം. ആ ഐശ്വര്യത്തിൽ കൊണ്ട് കിട്ടുന്ന ധനം കൊണ്ട് അദ്ദേഹം സമൂഹത്തിന് വേണ്ടതായ നല്ല കാര്യങ്ങൾ ചെയ്യും എന്ന് കൃഷ്ണൻ ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. അക്രൂരതോ മണിമനാഹൃതവാൻ പുനസ്ത്വം തസ്യൈവ ഭൂതിമുപധാതും ഇതി ബ്രുവന്തി. ഭഗവാൻ അക്രൂരൻ്റെ ഐശ്വര്യം വർദ്ധിക്കാൻ വേണ്ടി, അക്രൂരന് ധനമുണ്ടായി, ആ ധനം കൊണ്ട് ദ്വാരകാവാസികളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ആ രത്നം തിരിച്ചു മേടിക്കാഞ്ഞത്.